Good morning everybody. This is another day, another tour. Today we are visiting and then it's Gunung Kawi, third. Tirta Ampul, 4. and then it's the last one is Sobatu Temple. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഈ വ്ളോഗ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബാലിയിലുള്ള ടൂർ വീഡിയോ ആണ്. അത് തുടരുകയാണ്. ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കുറേ കൊമൻസ് കണ്ടു എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ, എന്താണ് അമ്പലമല്ലാതെ വേറൊന്നുമില്ലേ കാണിക്കാമെന്ന്. ബാലിയിൽ അമ്പലങ്ങളേ ഉള്ളൂ. ബാലി ടൂർ എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളാണ്, വേറെ ഒന്നുമില്ല ഇവിടെ ഉള്ളത്. പിന്നെ കടൽ തീരാണ്, ബീച്ച്. അതിപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ ഇഷ്ടം പോലെ ബീച്ചുണ്ട്. പിന്നെ ഉള്ളത് വയൽപ്പാടങ്ങളാണ്, നെൽപ്പാടങ്ങൾ. ആ നെൽപ്പാടങ്ങൾ കേരളക്കാർ ദിവസം എഴുന്നേറ്റാൽ കാണുന്നത് നെൽപ്പാടങ്ങളാണ്. അപ്പോൾ ഈ രണ്ടും കാണിച്ചിട്ട് കാര്യമില്ല. പിന്നെ ഉള്ളത് ഈ അമ്പലങ്ങളേ ഉള്ളൂ. മുട്ടിന് അമ്പലങ്ങളാണ്. പിന്നെ ടൂർ, ഒരു ബാലി ടൂർ എന്ന് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്താൽ തന്നെ പോകുന്നത് മുഴുവൻ അമ്പലങ്ങളിലേക്കാണ്. അതുകൊണ്ടാണ് ഈ അമ്പലങ്ങൾ കാണിക്കുന്നത്, വേറൊന്നും കാണിക്കാനില്ല ഇവിടെ. പിന്നെന്താ വെച്ചാൽ ഈ അമ്പലങ്ങളൊന്നും ഒക്കെ 1000-2000 ഒക്കെ കൊല്ലം പഴക്കമുള്ളതാണ്. അപ്പോൾ ഒരു കാണുമ്പോൾ ഒരു കൗതുകം, അങ്ങനത്തെ ഒരു അമ്പലമാണ് ഇപ്പോൾ ഇത്. അങ്ങനെ ഈ അമ്പലത്തിലേക്ക് കയറിയിരിക്കുകയാണ്. ഗുണം കാവി എന്നാണ് ഇതിൻ്റെ പേര്. ഗുണം കാവി എന്ന് പറഞ്ഞാൽ കവിമാരുടെ കുന്ന് അല്ലെങ്കിൽ മല എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ഇറങ്ങിച്ചെല്ലാൻ തന്നെ ഒരുപാട് സമയം എടുക്കും. കാരണം വളരെ ഒരു കിലോമീറ്ററോളം ഭൂമിയുടെ അടിയിലേക്കാണ്. റോഡിൽ നിന്ന്, മെയിൻ റോഡിൽ നിന്ന് 1.5 കിലോമീറ്ററൊക്കെ താഴത്തേക്ക് നടന്നാലാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അപ്പോൾ കാണുന്ന ഒരു രൂപമാണ് ഇവിടെ. അപ്പോൾ ഈ ആദ്യം തന്നെ പ്രവേശിക്കുമ്പോൾ കാണുന്നത് ഇത് ബുദ്ധന്മാർ ഉണ്ടാക്കി വെച്ചതാണ്. അവർക്ക് എന്തോ പഠനാവശ്യങ്ങൾക്കോ ഈ കയറ്റുള്ള ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഏത് വർഷത്തിലാണ് ഉണ്ടാക്കിയെന്നുള്ളത് കൃത്യമായിട്ട് ആർക്കും അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഈ സ്ഥലം ഒരുപാട് വർഷം, 100-200 കണക്കിനൊക്കെ വർഷം ആരും അറിയാതെ ഇവിടെ ഒളിഞ്ഞു കിടപ്പായിരുന്നു ഈ എന്താ പറയുക, കാടിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് ഇതെന്നുണ്ടായെന്ന് അറിയില്ല. പക്ഷേ കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആൾക്കാർ ഇത് കണ്ടുപിടിച്ചപ്പോൾ, ആ സമയത്ത് ഇവിടെ ഹിന്ദുക്കളാണ് ഉണ്ടായിരുന്നത് ഈ ഏരിയയിൽ. അപ്പോൾ അവർ കുറേ അമ്പലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ അമ്പലം 932 ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതാണ്ട് 1000 വർഷം പഴക്കമുള്ള അമ്പലങ്ങളാണ് ഇതിൻ്റെ സൈഡിലുള്ളത്. ഈ ബുദ്ധന്മാരുണ്ടാക്കിയ ഇത് എത്ര വർഷം എന്ന് ആർക്കും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണ്. ഒരു കാട്ടരുവി, അതുപോലെ തന്നെ ഈ അരുവി ഒഴുകിച്ചെന്നത് അടുത്ത ഇതിൻ്റെ അപ്പുറം ഒരു അമ്പലമുണ്ട്, 1 കിലോമീറ്റർ ദൂരത്ത്. ആ അമ്പലത്തിലാണ് ചെല്ലുന്നത്. ആ അമ്പലത്തിൽ നിന്ന് അവിടെ നിന്നും ഈ വെള്ളം ഒഴുകിയിട്ട് അതിൻ്റെ അടുത്ത അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു അരുവിയായിട്ട് തോന്നില്ല അവിടെ നിന്ന് എത്തിയാൽ. അപ്പോൾ ഈ 3 അമ്പലങ്ങളാണ് ഇപ്പോൾ ഇന്ന് സന്ദർശിക്കുന്നത്. ഇങ്ങോട്ടാണ് എൻ്റെ ടൂർ ഗൈഡ് എന്നെ കൊടുത്തിട്ടുള്ളത്. ആ ഡ്രൈവർ നേരത്തെ കണ്ട ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലം. ഈ ബുദ്ധവിഹാരത്തിൻ്റെ ഉള്ളിൽ പിന്നെ 1000 വർഷം മുമ്പ് ഉണ്ടാക്കിയ അമ്പലമാണ്. ഏതാണ്ട് കാണുമ്പോൾ ഒരു കേരള മോഡലാണോ, പഴയ കാലത്തെ ഒരു കേരള മോഡലാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ആർക്കിടെക്ചറാണ്. പിന്നെ ഇത് കണ്ടാൽ തന്നെ അറിയാം, അമ്പലത്തിനുള്ളിൽ തന്നെ സ്കൂളുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. കാരണം അത് ആ ചെറിയ കാണുന്നതൊക്കെ ക്ലാസ്സുകളാണ്. പണ്ട് കാലത്ത് ഈ അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും ആരാധന മാത്രമല്ലായിരുന്നു. അവിടെ പഠനം, പിന്നെ ധ്യാനം, പിന്നെ ചർച്ചകൾ, ആൾക്കാരെല്ലാവരും കൂടി മീറ്റ് ചെയ്യുന്ന സ്ഥലം, ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലം, റെസ്റ്റ് ചെയ്യുന്ന സ്ഥലമൊക്കെ കൂടിയിട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം ചെറിയ വീടുകളൊക്കെ അവിടെ കാണുന്നത്. ഒക്കെ കൂടിയിട്ടാണ് അമ്പലം എന്ന് പറയാം. പുര എന്നാണ് പറയുക ഇവിടെ ബാലിയിൽ. പിന്നെ എൻ്റെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി പറയാണ്, ബാലിയിൽ നിങ്ങൾ ഏതൊരു ഹിന്ദുവിനോട് ചോദിച്ചാലും അവർ പറയാം ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണെന്നേ പറയാം. ആദ്യം തന്നെ പറയാതാണ്.
പക്ഷേ ഇവിടുത്തെ ആൾക്കാർ പലതും ആരാധിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല. ചോദിച്ചാൽ ഒരു ദൈവത്തിനെ വിശ്വസിക്കുന്നുള്ളൂ. ആ ദൈവത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ സംഗ്യാങ് വീടി എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് സ്ഥിതി. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഡൗട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. ഞാൻ കുറേ ആളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും പറഞ്ഞ് ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗണേശ, അതുപോലെ പിന്നെ എന്താണ് കുറേ ഉണ്ട്, സരസ്വതി, ഇന്ദ്ര, ബ്രഹ്മ, വിഷ്ണു, ശിവ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ദൈവങ്ങളെല്ലാവരും ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വളരെ എത്ര ചൂടാണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ മേലേക്ക് കയറി പോയാൽ ഭയങ്കര ചൂടാണ്. ആ ചൂടത്ത് ഇവിടെ താഴത്ത് കയറി വന്നാൽ നല്ല തണുപ്പാണ്. അങ്ങനെ ഒരു പ്രത്യേക രൂപത്തിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ബുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ഒന്നാം തരം കരിങ്കൽ പണിക്കാരായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ഒരു ഏരിയ അല്ല, ഇതിലും വലിയ വലിയ അമ്പലങ്ങൾ അവർ കരിങ്കലിൻ്റെ കുന്ന് വെട്ടി ഉള്ളിൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാൽ ഭയങ്കര അത്ഭുതമാണ്. അതിന് മനസ്സിലാവുന്നത് എന്താ വെച്ചാൽ ബുദ്ധവിശ്വാസികൾ അന്നത്തെ 2000 വർഷം 2500 വർഷം മുമ്പത്തെ ബുദ്ധവിശ്വാസികൾ അതിഭയങ്കര കരിങ്കൽ പണിക്കാരായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അതായത് വേറൊരു അമ്പലം തീർത്ഥാമ്പൽ എന്ന് പറയും. ഇത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലമാണ്, വലിയൊരു അമ്പലമാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു അമ്പലം മാത്രമാണ് ടൂറിസ്റ്റുകൾക്കും അതുപോലെ തന്നെ ഭക്തന്മാർക്കും രണ്ടാർക്കും ഒന്നിച്ച് തുറന്നു കൊടുത്ത ഒരു അമ്പലമാണിത്. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് കൂട്ടരെയും കാണാം, വിദേശികളെയും കാണാം, കുറേ ജാപ്പനീസ് അവരൊക്കെ അവിടെ പോകുന്നുണ്ട്. ഈ അമ്പലം നേരത്തെ കണ്ട ബുദ്ധവിഹാരത്തിൽ നിന്ന് തുടർച്ചയായിട്ടുള്ളതാണ്. പക്ഷേ 1 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. അത് സാവകാശം കാണിച്ചാൽ ഇവിടെ എങ്ങനെയാണ് ഇതൊരു രാജാവിൻ്റെ കാലത്താണ് ഇത് ഉണ്ടാക്കിയത്. ഇതും ഏതാണ്ട് 11ാം നൂറ്റാണ്ടിലാണ് പറഞ്ഞത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഏതാണ്ട് 1000 വർഷമായിക്കണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഐഡിയ ഉപയോഗിച്ചിട്ടാണ്. കാരണം ആ ഒഴുകി വരുന്ന അരുവിനെ ഭൂമിയുടെ അടിയിൽ കൂടെ കൊടുന്നിട്ട് മേലേക്ക് ആ അരുവി മുകളിലേക്ക് വല്ല ഫൗണ്ടൻ വരണ പോലെ രൂപത്തിലാണ് വരുത്തിയിട്ടുള്ളത്. എന്നിട്ട് ആ ഫൗണ്ടനെ ഫിൽട്ടർ ചെയ്തിട്ട് ഭൂമിയുടെ അടിയിൽ കൂടെ തന്നെ ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ ആൾക്കാർ നിൽക്കുന്ന സ്ഥലത്ത് ഒരു 8-10 പൈപ്പ് മോഡൽ ഇങ്ങനെ ഈ വെള്ളം ചാടണം, പൈപ്പിൽ നിന്ന് വെള്ളം ചാടുന്ന പോലെ, ടാപ്പ് തുറന്ന പോലെ. ഇതിപ്പോൾ 1000 വർഷത്തോളമായി ഈ വെള്ളം ഇങ്ങനെ തന്നെ ഒഴുകുന്നുണ്ട്. അത് വേനൽക്കാലമായാലും നിൽക്കില്ല, മഴക്കാലമായാലും നിൽക്കില്ല. ഇതിപ്പോൾ നല്ല വേനൽക്കാലമാണ്, ഏറ്റവും വേനൽക്കാലത്തിൻ്റെ ഉച്ചിയിലാണ് ഇപ്പോൾ ബാലി ഉള്ളത്. പക്ഷെ അവിടെ വെള്ളം ഒഴുകുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരിക്കലും നിലക്കാത്ത നീരൊഴുക്കാണ്. ചിലപ്പം ഇവിടെ നിന്നാണ് ഈ വെള്ളം പൊങ്ങുന്നത്, ഭൂമിയുടെ അടിയിൽ നിന്ന് മേലേക്കാണ് പൊങ്ങുന്നത് വെള്ളം. ഇങ്ങോട്ട് പ്രവേശനമില്ല. ഇവിടെ ആർക്കും ഇവിടെ സ്റ്റെപ്പ് ചെയ്യാനോ തൊടാനോ പിടിക്കാനോ ആർക്കും സമ്മതമില്ല. കാരണം അതിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്. ബാലിയിലത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അതിഭയങ്കര വിശ്വാസം, എന്തൊക്കെയുള്ളൊരു വിശ്വാസത്തിൻ്റെ ആൾക്കാരാണ്. ദൈവവിശ്വാസം ഒരു ഭാഗത്തുണ്ട്, വേറൊരു ഭാഗത്ത് ഇതൊരു ദ്വീപായ കാരണം ദൈവങ്ങളും ആത്മാക്കളൊക്കെയാണ് ഈ ബാലിനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് എന്നുള്ള വിശ്വാസക്കാരാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ചെയ്താൽ ചിലപ്പം ബാലി തന്നെ വെള്ളത്തിലാവും, സുനാമി വരും, ബാലി ഭൂമിയുടെ അടിയിൽ പോകുന്നൊക്കെയുള്ള വിശ്വാസമാണ് ഇവർക്ക്. അതുകൊണ്ട് വളരെ സമാധാനത്തിലുള്ള ഒരു തരം ഹിന്ദുയിസാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വേറെ കണ്ടുവച്ചാൽ ചിലപ്പോൾ ടൂറിസ്റ്റുകളോട് മാത്രമായിരിക്കും. ടൂറിസ്റ്റുകളോട് നല്ല ഒന്നാം തരം നുണ പറയും ചെയ്യും. അതൊരു സത്യമാണ്, നിങ്ങൾക്ക് കൂടെ വന്നാൽ മനസ്സിലാവും. പിന്നെ ഇന്തോനേഷ്യയിലേക്ക് വരാൻ ചിലർ ചോദിച്ചിരുന്നു വിസ വേണമെന്നൊക്കെ. വിസ ഒന്നും വേണ്ട, ഇന്ത്യക്കാർക്ക് വിസ വേണ്ട, നേരെ വരിക, ഇവിടെ നിന്നൊരു സ്റ്റാമ്പ് ചെയ്ത് തരും, അത് ആയിട്ട് ഒരു മാസം നിൽക്കാം. അപ്പോൾ ഈ ആൾക്കാർക്ക് കൂടെ ക്യൂ നിൽക്കുകയാണ് കേട്ടോ. ആ വെള്ളത്തിൽ നിന്ന് കുളിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ്. ഇതൊരു സ്വിമ്മിംഗ് പൂളല്ല, ഇത് ആ ചണങ്ങ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ചണങ്ങ് എന്ന് പറഞ്ഞൊരു സാധനം, ആ ചണങ്ങ് പറഞ്ഞ സാധനം വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് വേണം ഇറങ്ങിപ്പോവാൻ. അതല്ലാത്തവർക്ക് അവിടെ ഇറങ്ങാൻ പറ്റില്ല. പുറത്തുനിങ്ങനെ ഷൂട്ടിംഗ് ഒക്കെ കേൾക്കാം. അതുപോലത്തെ ഒരു സംഭവമൊക്കെ ചെയ്തതിന് ശേഷം ഇറങ്ങാം. അല്ലാതെ സ്വിമ്മിംഗ് പൂളില്ല. ടൂറിസ്റ്റാണ്, എനിക്ക് ഇറങ്ങണം പറഞ്ഞാലൊന്നും അവിടെ സമ്മതിക്കില്ല. സൈഡിൽ കൂടെ ഒക്കെ നടക്കാം. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ക്യൂ നിൽക്കുകയാണ് ഇപ്പോൾ അവിടെ. ഇതിൽ തീർത്ഥാമ്പൽ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ഏതാണെന്ന് മനസ്സിലായില്ലേ? അതായത് ശുദ്ധജല അരുവി ഉള്ള ഒരു തീർത്ഥാടനം എന്നോ
അത് ശുദ്ധമായ ജലം എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. തീർത്ഥം, അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ആ തീർത്ഥത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വരിക്ക് ഇങ്ങനെ നിൽക്കുന്നത്. ക്യൂ ആണിത്. ഇവരിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ സമയത്താണ് 12 മണിയായി. പക്ഷെ വൈകിട്ടാകുമ്പോഴേക്കും ഇവിടെ സൂചിട്ട നിലത്തെത്തൂല, അത്രയും ജനം ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ ഈ ചടങ്ങ് എന്ന് പറഞ്ഞ സാധനത്തിനും പൈസ കൊടുക്കണം, പിന്നെ ഇവിടെ എൻട്രൻസിനും പൈസ കൊടുക്കണം. ഇവിടെ ഏത് അമ്പലത്തിൽ പോയാലും എൻട്രൻസിന് പൈസ കൊടുക്കണം. അപ്പോൾ അത് മറക്കണ്ട. എൻട്രൻസിൽ എല്ലാ സ്ഥലത്തും പൈസ തന്നെയാണ് എല്ലായിടത്തും. ഒരു വെള്ളച്ചാട്ടം കാണാൻ പോയവർ ആ വെള്ളച്ചാട്ടത്തിൽ കണ്ട് അടുത്തേക്ക് എത്തുമ്പോൾ അവിടുന്ന് പൈസ വാങ്ങും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ടൂറിസം ഫ്രീ അല്ല. ഇത് വേറൊരു അമ്പലം സ്വഭാത്തു എന്ന് പറയും. ഇതും ഏതാണ്ട് 1000 വർഷത്തിൻ്റെ ആ അമ്പലം. ഈ 3 അമ്പലങ്ങൾ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലല്ല, 100 വർഷത്തിൻ്റെ വ്യത്യാസത്തിൽ ഉണ്ടാക്കിയതാണ്. ഇത് ഇവിടെ ഇതൊരു രാമദേവനോ ഉദയാന എന്ന് പറഞ്ഞിട്ടൊക്കെ ഒരു രാജാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു 1000 വർഷം മുമ്പ്. അവരൊക്കെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയാന്നാണ് പറഞ്ഞത്. അത് കൃത്യമായിട്ടുള്ളൊരു വിവരം കിട്ടാൻ ശ്രമിച്ചപ്പോൾ അത് കിട്ടുന്നുമില്ല. എന്തായാലും 9-ാം നൂറ്റാണ്ട്, 10-ാം നൂറ്റാണ്ട്, 11-ാം നൂറ്റാണ്ട് ഈ 300 വർഷത്തിനിടയ്ക്കുള്ള 3 അമ്പലങ്ങളാണത്. ഈ അമ്പലം ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നേരത്തെ കണ്ട തീർത്ഥാമ്പൽ പോലെ തന്നെ. പക്ഷേ ഇവിടെ ജനങ്ങൾ വളരെ കുറവാണ്. കാരണം ഇവിടെ ഭക്തന്മാരൊന്നും ഇല്ല. ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ അടുത്ത ആൾക്കാരൊക്കെ വന്നിട്ട് ഇരുന്ന് കാറ്റുകൊള്ളാൻ വേണ്ടിയിട്ട് വന്നിരിക്കും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. വളരെ ശാന്തസുന്ദരമായ സ്ഥലമാണ്. വെറുതെ ഒരു ദിവസം വന്നിങ്ങനെ ഇരുന്ന് മനസ്സൊക്കെ ഒന്ന് തണുപ്പിക്കാന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വന്നിരുന്നു. ഇവിടെ യാതൊന്നുമില്ല. അമ്പലം ഉണ്ടെന്നുള്ള വേറെ ഒന്നുമില്ല ഇവിടെ. ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അങ്ങനെയാണ് ഇതിപ്പോൾ സംഭവം. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ പിന്നെ വരുന്നവർക്ക് താമസമൊക്കെ വളരെ ചീപ്പാണ്. ഇപ്പോൾ ഷെയറിങ്ങിലൊക്കെ താമസിക്കാൻ വെച്ചാൽ വളരെ ദിവസം 500 റുപ്യൊക്കെ വരുള്ളൂ. ഇത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ആ വെള്ളച്ചാട്ടത്തിൽ വീണ്ടും ഭൂമിയുടെ അടിയിൽ എടുത്തിട്ട് വീണ്ടും അടുത്ത കുളത്തിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് വീണ്ടും ഭൂമിയുടെ അടിയിൽ നിന്ന് അടുത്ത അരുവിയിലേക്ക് ഒഴുക്കി വിടണമൊക്കെ. അങ്ങനത്തെ ഭയങ്കര സിസ്റ്റത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയുള്ളത്. എന്തായാലും വെള്ളം ഒരിക്കലും പച്ച പിടിക്കുകയോ ചളിയാവുകയോ മണക്കുകയോ ആവാകൊന്നും ചെയ്യില്ല. കാരണം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് 1000 വർഷമായിട്ട്. അപ്പോൾ അത് നല്ല സെറ്റപ്പിലാണ് ആ കുളമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കാണാൻ മാത്രമുണ്ട്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക, ആർക്കിടെക്റ്റ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ വന്നാൽ വളരെ ഇതായിരിക്കും. എനിക്കിപ്പോൾ അതിനെ പറ്റിയൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കി പോകുന്നുള്ളൂ. അപ്പോൾ 1000 വർഷം മുമ്പ് ആൾക്കാർക്കൊക്കെ നല്ല എൻജിനീയറിങ്ങും മറ്റും മറിച്ചൊക്കെ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഇതിപ്പോൾ ഈ അമ്പലം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കുറേ ക്ലാസ് മുറി, കുറേ റെസ്റ്റ് ഏരിയ. ശരിക്കും ഇവരുടെ മറ്റേ ഈ പ്രതിമ വെക്കുന്ന സ്ഥലം വളരെ ചെറിയൊരു സ്ഥലമാണ്. ഇന്ത്യയിൽ നേരെ തിരിച്ചാണ്. പ്രതിമ വെക്കുന്ന സ്ഥലമായിരിക്കും ഏറ്റവും വലുത്. ഇത് നേരെ തിരിച്ചാണ്. ഇതിൽ റെസ്റ്റ് ഏരിയ ഒക്കെയാണ് ഏറ്റവും വലിപ്പം ഉണ്ടാവുക. പിന്നെ ക്ലാസ് മുറികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊക്കെ പുതുക്കി പണിതിട്ടുണ്ട്. അപ്പോൾ ബാലിയിലേക്കാണ് വിസിറ്റിന് വരണമെങ്കിൽ ഈ അമ്പലങ്ങളാണ് പ്രധാനമായിട്ട് കാണുക. അതല്ല ജാവ എന്ന് പറഞ്ഞ ദ്വീപിലേക്കാണ് വരുന്നതെങ്കിൽ പിന്നെ അവിടെ കണ്ടമാനം സാധനങ്ങൾ കാണാം. അതായത് ഈ അഗ്നിപർവ്വതങ്ങൾ ആണ് പ്രധാനം ജാവയിൽ. പിന്നെ അതല്ലാത്തെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. മരപ്പണികളും മറിച്ചുള്ള ജാവയിലും ഒരുപാട് സംഗതിയും കാണാനുണ്ട്. പക്ഷെ ജാവ വളരെ വലിയൊരു ദ്വീപായ കാരണം പിന്നെ ഒരാഴ്ച ഒന്നും തികയില്ല. അത് കാരണം യാത്രയിൽ തന്നെ ഓരോ ദിവസം പോകാം, വലിയൊരു ദ്വീപായ കാരണം. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് റിലാക്സിങ്ങിനാണെങ്കിൽ ബാലിയിലും ഇഷ്ടം പോലെ ഈ ബീച്ചുകളുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യുക. ഇതൊന്നും കാണാൻ ആഗ്രഹമില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ പിന്നെന്ന് പറഞ്ഞാൽ ഭക്ഷണം കാര്യങ്ങൾ ബാലിയിൽ വന്നാൽ പിന്നെ ഇന്തോനേഷ്യൻ മോഡൽ ഭക്ഷണങ്ങളൊക്കെ ആസ്വദിക്കുക. അതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോയും കണ്ട് ആസ്വദിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും കൂടുതൽ ടൂർ വീഡിയോ ഇനി വേറെ വല്ല സ്ഥലത്തു നിന്നൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. സമകാലീന പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.